സോ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഒരു ട്രിപ്പ് മോഡിലായിരിക്കും അല്ലേ കുറേ ആളുകൾ. കാരണം എന്താ വെച്ചാൽ ഈ പ്രാവശ്യം നമുക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ സാറ്റർഡേ സൺഡേ 2-3 ഡേയ്സോളം ലീവ് കിട്ടിയിട്ടുണ്ട്. സോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ആർ ഇൻ ട്രാവൽ. മേ ബി പല ആളുകളും യാത്ര വളരെ പ്രധാനമാണല്ലോ. കാരണം പല ആളുകളും യാത്ര ചെയ്യാതെ ഇരിക്കാണ്ടൊരു കാരണം ഈ യാത്ര എന്നുള്ളത് നമ്മളൊരു എക്സ്പെൻസ് പാർട്ടിൽ ഇട്ടുകൊണ്ടാണ്. കാരണം യാത്ര എന്ന് പറയുമ്പോൾ ഒരു ചിലവാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നമ്മൾ കാണുന്നതുകൊണ്ടാണ് പല ആളുകളും യാത്ര ചെയ്യാത്തത്. എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം മനുഷ്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ആനിമലാണല്ലോ. അതുകൊണ്ട് നമുക്ക് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ട്രാവൽ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ബേസിക്കലി. സോ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പെൻസ് പാർട്ടിൽ നിന്ന് നമ്മുടെ മൈൻഡിലെ എക്സ്പെൻസ് പാർട്ടിൽ നിന്ന് ഇതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡിലേക്ക് മാറ്റണം. കാരണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, സാധാരണ രീതിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലാഭം കിട്ടും, അതല്ലെങ്കിൽ ഒരു വെൽത്ത് ക്രിയേഷനാണ്. ശരിക്കും വെൽത്തിന് ഒരുപാട് ഫോംസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വെൽത്ത് എന്ന് പറയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെൽത്താണ് ടൈം. അതുപോലെ തന്നെ നമ്മൾ മണി അല്ലെങ്കിൽ പൈസ എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമേ നമുക്കറിയുള്ളൂ. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഒരു വെൽത്താണ്. ഹെൽത്ത് ഈസ് എ വെൽത്ത്, നമ്മൾ പണ്ട് മുതൽ തന്നെ സ്കൂളുകളിൽ പഠിക്കുന്ന കാര്യങ്ങൾ. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വെൽത്ത് ഉണ്ടല്ലോ. സോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹെൽത്ത് എന്നുള്ളത്. അത് മെൻ്റൽ ഹെൽത്ത് ആവാം, ഫിസിക്കൽ ഹെൽത്ത് ആവാം, പല രീതിയിലാവാം. സോ ഈ മെൻ്റൽ ഹെൽത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ബെനിഫിറ്റ് തരുന്ന ഒരു കാര്യമാണ് യാത്ര എന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ മൈൻഡ് സെറ്റിനെ അത് ഭയങ്കരമായിട്ട് റിവൈവ് ചെയ്യും. അതുപോലെ തന്നെ പല രീതിയിൽ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നമ്മളെന്താ ചെയ്യുക, നമ്മൾ പൊതുവേ കുറച്ച് നടക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് തീരെ ഒരു മൂവ്മെൻ്റ് ഇല്ലാത്ത ആളുകൾക്കൊരു മൂവ്മെൻറ്റ് വരും. അങ്ങനെ ലൈഫിൽ അല്ലെങ്കിൽ ജീവിതത്തിനൊരു അല്ലെങ്കിൽ ആ യാത്ര ഒരു ബ്യൂട്ടിഫുൾ പരിപാടിയിലേക്ക് മാറും. പിന്നെ നമുക്ക് പല രീതിയിലുള്ള യാത്രകളുണ്ടല്ലോ. അതായത് ഇപ്പം നമുക്ക് ചിലപ്പം എന്താണ് ഒരു പർപ്പസ് കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഉദ്ദേശത്തിനുള്ള ഒരു യാത്ര ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് ട്രാവൽ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ നെറ്റ്വർക്കിംഗ് ആണ്. നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ പല ആളുകളെ നമ്മൾ കണ്ടുമുട്ടുകയും ഡിഫറെൻറ്റ് ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ പല ജീവിത രീതിയിലുള്ള ആളുകളെ കണ്ടുമുട്ടും, അവരുമായിട്ട് സംസാരിക്കും. അങ്ങനെ നമുക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. സോ അത് ബിസിനസ്സിലും പിന്നെ ബെനിഫിറ്റ് ഉണ്ടാക്കും. നമുക്കും മെൻ്റലി പുതിയ ആളുകളെ കാണുന്ന സമയത്ത് നമുക്കൊരു സംസാരിക്കാൻ കുറേ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അതുപോലെ നമുക്ക് ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ സോളോ ട്രാവൽ, ചില ആളുകൾക്ക് നമ്മളൊരു ബേൺ ഔട്ട് എന്നൊക്കെ പറയുമല്ലോ. അതായത് ഒന്നുമില്ല, പ്രത്യേകിച്ച് കാരണമൊന്നും അറിയില്ല, പക്ഷെ നമുക്ക് ഒരാഴ്ച 2 ആഴ്ച ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ട്രാവൽ, ഒരു ഡ്രൈവോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും. ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും പോസിറ്റീവ് വേയിൽ. കാരണം പല ആളുകളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ അറ്റ്മോസ്ഫിയർ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രൊഫഷണൽസ് ആണെങ്കിൽ ഒരു ജോബിൻ്റെ സിറ്റുവേഷൻ, ചിലപ്പോൾ ചില ആളുകൾക്ക് വീട്ടിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. സോ അവിടുന്ന് ആ അറ്റ്മോസ്ഫിയറിൽ നിന്നൊന്ന് മാറി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബ്രെയിനിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അത് അൾട്ടിമേറ്റ്ലി ആ ഒരു ബിസിനസ്സിനാണെങ്കിലും ആ ലൈഫിൻ്റെ ഒരു ക്വാളിറ്റിക്ക് എന്തുണ്ടാവും, നല്ലൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. കാരണം പല സമയത്തും ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂലി മാരീഡ് ആളുകൾ, അവർക്ക് യാത്ര വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പ്രൊഫഷണൽസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഫാമിലി ടൈം കുറവായിരിക്കുമല്ലോ. കാരണം ഫുള്ളായിട്ട് ബിസി ആയിരിക്കും, അവർക്കൊരു ക്വാളിറ്റി ടൈം കിട്ടൂല. വീട്ടിൽ വന്നാൽ തന്നെ ചിലപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും, മക്കളെ കാണാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഒരു 2 days ഒരു ട്രിപ്പ്, ഒരു ട്രാവൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് പരസ്പരം ഒന്നുകൂടി മനസ്സിലാക്കാനും കുട്ടികളുമായിട്ടൊക്കെ ബോണ്ട് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, ഈ യാത്ര പല ഹെൽപ്ഫുൾ ആവുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊരു എക്സ്പെൻസ് പാർട്ട് എന്നുള്ള കാര്യത്തിൽ നിന്ന് അത് മാറ്റിയിട്ട് അതിനെ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡിലേക്ക് നമ്മൾ മാറ്റണം മെൻ്റലി. കാരണം നമുക്ക് ബ്രെയിനിൽ എന്ത് കിടക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതനുസരിച്ചാണ് നമ്മൾ ആക്ഷൻസ് വരിക, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ ഒരു തോട്ട് ഷിഫ്റ്റ് ചെയ്താൽ തന്നെ എന്തുണ്ടാവും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിലുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഹെൽത്ത് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും ലൈഫിലും നല്ല നല്ല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ.
അതുകൊണ്ട് തന്നെ അത് സംതിങ് നമ്മളെ ഒരു ലൈഫിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കാണാം. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. വെറുതെ നമ്മളൊരു 2 days പോവാം, അതല്ലെങ്കിൽ ഒരു 1 day പോവാം. പല രീതിയിൽ ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനും അതുപോലെ തന്നെ ജോബിൻ്റെ സിറ്റുവേഷനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുക, ഒരു ട്രാവൽ പോവാന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ജസ്റ്റ് ഒന്ന് വീട്ടിൽ നിന്നൊരു 6 o'clock ഇറങ്ങിയാണ് നമ്മളൊരു മെൻറ്ററെ കാണാൻ വേണ്ടിയിട്ട്. സോ ഞാനിപ്പോൾ തൃശ്ശൂരാണ്, ശോഭയിലാണ് സർ താമസിക്കുന്നത്. സോ അപ്പോൾ അതൊരു പർപ്പസ് ഉള്ള യാത്രയാണ്. ഇപ്പോൾ ഡോക്ടറെ കാണുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഒരു മെൻ്റലി ഒരു സമാധാനമാണ്. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആവും. അതുപോലെ നമ്മളെ കാഴ്ചപ്പാടിലും ഇപ്പോൾ നമ്മളൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അയാളുടെ ഒരു കാഴ്ചപ്പാടിലേക്ക് എന്തുണ്ടാവും നമുക്ക് വരാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ എന്താണ് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഡോക്ടർ സഗീർ വില്ല ഡോക്ടർ മുസവ്വിർ 9544766661. താങ്ക് യു. സോ ഞാനിപ്പോൾ ശോഭയിലുള്ളത്, സാർ ഇവിടെ താമസിക്കുന്നത്. Your vehicle is running on low fuel. Please refill. ഓക്കെ, പൂമ്പടിക്കാം. അങ്ങനെ അപ്പോൾ വിവിധ തരം എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാഴ്ചപ്പാടിൽ കാര്യമായിട്ട് ചേഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, നമ്മൾ ആ ഒരു എക്സ്പെൻസ് എന്നുള്ള പാർട്ടിനെ, ട്രാവലിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ലിസ്റ്റിലേക്ക് നമ്മൾ മാറ്റിയാൽ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫ് ചേഞ്ച് ആവും. ഒരു 3 months ചെറിയൊരു ട്രാവൽ എന്ത് ചെയ്യുക, എല്ലാവരും ഒരു 1 day എങ്കിലും ചെയ്യാം. പിന്നെ നമുക്ക് ഫാമിലീസിനെ മീറ്റ് ചെയ്യാൻ പോകാം. പല രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഏതായാലും എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമ്മൾ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.